ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സെമീർ സാം വ്ലോഗ്സ്. ബ്ലെസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൻ്റെ ഒരു മാസ്മരികമായ ഒരു മൂവിയാണ് കോട്ട് ലൈഫ് അല്ലെങ്കിൽ ആടുജീവിതം. അറബ്സ് കൺട്രീസിലൊക്കെ ഇപ്പോൾ ഈ മൂവി റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിനോട് റിലേറ്റഡ് ആയിട്ട് റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് കാണുകയുണ്ടായി. അപ്പോൾ നജീബിനെ പോലെ തന്നെ വേറെ ഒരാൾക്കുണ്ടായ ഒരു കഥയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു കഥ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഇവിടെ മറ്റേ കല്ലിൻ്റെ ബിസിനസ്സായിട്ട് നടക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരു തോന്നൽ ഇങ്ങനെ സൗദിയൊക്കെ ഒന്ന് പോയ വർക്കിലാണ്. അങ്ങനെ ഒരു വിസ കിട്ടി സൗദിയെ പോയിട്ട് വിചാരിച്ച പണിയല്ല കിട്ടിയത്. അങ്ങനെ ഒരു മസാല കൊണ്ടാക്കിയിട്ട് ഒരു 3-4 ദിവസം അവിടെ നിന്നിട്ട് പറഞ്ഞു. അങ്ങനെ അറബി ഒരു ദിവസം ഉച്ച സമയത്ത് വന്നിട്ട് മണലിൽ എഴുതി കാട്ടിയത് നമുക്ക് ഇന്നതാണ് ശമ്പളം എന്നൊക്കെ പറഞ്ഞ് എഴുതി കാട്ടി. അപ്പോഴേക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് വിടാൻ പറ്റാത്തൊരവസ്ഥയായി. അത്രയും സ്നേഹം കൂടിയതും കഫീലാണ്. അങ്ങനെ എല്ലാവരും പറയും മസാലയിൽ ആടുപണിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ എന്നൊക്കെ പറയും. പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല. ഇന്നിപ്പോൾ അവരുടെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്നും പൈസ അയച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കുടുംബമാണ്. നാം കണ്ടതും കേട്ടതും മാത്രമല്ല ജീവിതം, നാം അറിയാത്ത നാം കേൾക്കാത്ത ഒട്ടേറെ നന്മകളുമുണ്ട് ഈ മരുഭൂമിയിൽ. ചുടുകാറ്റിൽ മൂത്ത് പഴുത്ത് മാധുര്യം നിറയുന്ന ഈത്തപ്പഴം പോലെ അരുവികളുമുണ്ട്. അവയുടെ കാരണത്തിൽ ജീവിക്കുന്ന ലക്ഷോപലക്ഷം ഇബ്രാഹിമാരും ഈ മണ്ണിൽ പരസ്പരം സ്നേഹിച്ചും സമർപ്പിച്ചും ജീവിക്കുന്നുമുണ്ട്.